നമുക്കെല്ലാവർക്കും വട്ടായി പോയതാണോ അതോ CIAക്കാർക്ക് എല്ലാവർക്കും വട്ടായി പോയതാണോ എന്നൊന്നും ഒന്നിട്ട് പേടിയില്ല. അമ്മാതിരി ഓരോ ഡോക്യുമെന്റ്സ് ആണ് CIAക്കാർ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂടെയും ഈ ഏലിയൻസ് ഒന്നും ഇല്ല, ഏരിയ 51 ഇവർ എക്സ്പെരിമെന്റ്സ് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നവന്മാരില്ല, അവന്മാർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അത്യാവശ്യം കോൺസ്പിറസി ഒക്കെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ വരെ ഈ ന്യൂസ് ഒക്കെ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നായിപ്പോയി. അമ്മാതിരി ഓരോ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇത് CIAന്റെ വെബ്സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന ലിങ്ക് ആണ്, വലിയൊരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സാധാരണ CIAക്കാർ ഇങ്ങനെ എന്തെങ്കിലും പുറത്തു വിടാൻ നമ്മളെയൊക്കെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനാണ്. അവർ അപ്പുറത്തെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അതിന് നമ്മളെയൊക്കെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനാണ് എപ്പോഴും ഇങ്ങനത്തെ ഓരോ ഡോക്യുമെന്റ് ഇവർ പുറത്തു വിടുക. അപ്പൊ ഇതിലെന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ഗേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് വരുന്നൊരു സംഭവം ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കിക് എബിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ഇങ്ങനെ റിയൽ വേൾഡിൽ എങ്ങനെ യൂസ് ചെയ്യാം. അതായത് ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിലോ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ ഇരുന്നിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയാനുള്ള ഒരു സംഭവം. ഇത് കുറേയൊക്കെ പറ്റിക്കലാണെങ്കിലും ഇങ്ങനെയുള്ള ശരിക്കുള്ള ആൾക്കാരില്ലേ, ഇവരിനെയൊക്കെ ഈ അമേരിക്കയിലെ CIAക്കാരെ എടുത്തിട്ട് ഈ മിലിറ്ററി യൂസിനും ബാക്കിയുള്ള കുറെ എക്സ്പെരിമെന്റ്സ് നടത്തിയതായിട്ട് പ്രൂഫ് ഉണ്ട്. അവർ 90s അത് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പൊ ഇതിനെ അവർ വിളിക്കുന്നത് റിമോട്ട് വ്യൂയിങ് എന്നാണ്. അങ്ങനെ ഒരു ടേം ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതായത് റിമോട്ടായിട്ട് വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് കാണുക. അപ്പൊ ഇതേ സ്റ്റാർ ഗേറ്റ് പ്രൊജക്ട് യൂസ് ചെയ്തിട്ട് ഇവർ ഒരു എക്സ്പെരിമെന്റ് മാർസിൽ ഒരു എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ട്. മെയ് 22, 1984 മാർസ് എക്സ്പ്ലോറേഷൻ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫയൽസ് ആണ് ഇപ്പൊ ഇവര് ഡീക്ലാസിഫൈ ചെയ്തിട്ട് ഇപ്പൊ മൊത്തം റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അന്ന് റിമോട്ട് വ്യൂ ചെയ്ത ആള് എന്താണ് മാർസിൽ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മില്യൺ വർഷം മുന്നേ ഉള്ള മാർസ് ആണ് അവർ കണ്ടത്. അവിടെ വളരെ മെലിഞ്ഞിട്ട് വയസ്സായിട്ടുള്ള കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. മാർസിൽ അന്നത്തെ വെതർ കണ്ടീഷൻ വളരെ മോശമാണ്, ഭയങ്കര സ്റ്റോമും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അവിടെ. അപ്പൊ ഇവരവിടെ പിരമിഡ്സ് പോലത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റോമിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് എന്താണ് നമ്മൾ എത്തിച്ചേർന്നപ്പോൾ എന്താണ് അവർ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അതായത് വേറെ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന കുറെ ഏലിയൻസിനെയാണ് ഇവർ റിമോട്ട് വ്യൂയിങ്ങിലൂടെ കണ്ടുപിടിച്ചത്. ഒന്നിനും വയ്യാത്ത ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്ന ഏലിയൻസ് ആണ് ഇതൊക്കെ എന്നൊക്കെയാണ് ഈ ഡോക്യുമെന്റിലുള്ളത്. ഇനി ആകെ ഒരു പ്രതീക്ഷ ഡൊണാൾഡ് ട്രംപിലാണ്. ആ ഏലിയൻസിന്റെ ഫയലൊക്കെ റിലീസ് ചെയ്ത് ഏരിയ 51 ഒക്കെ തുറന്ന് ടിക്കറ്റ് വെച്ച ആൾക്കാരൊക്കെ ഉള്ളിൽ കയറ്റി മക്കളെ വരൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉള്ളിൽ കയറ്റണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. ജനുവരി തൊട്ട് തുടങ്ങുകയാണ് ഇനി അംഗം.